السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا وسيئات أعمالنا. من يهده الله فلا مضل له، ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي رسولنا صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أيها المؤمنون، قال الله عز وجل في كتابه الكريم: فتفقد الطير فقال ما لي لا أرى الهدهد أم كان من الغائبين، لأعذبنه عذابا شديدا أو لأذبحنه أو ليأتيني بسلطان مبين. فمكث غير بعيد فقال أحط بما لم تحط به وجئتك من سبأ بنبأ يقين، إني وجدت امرأة تملكهم وأوتيت كل شيء ولها عرش عظيم، وجدتها وقومها يسجدون للشمس من دون الله وزين لهم الشيطان أعمالهم وصدهم عن السبيل فهم لا يهتدون. ألا يسجدوا لله الذي يخرج الخبأ في السماوات والأرض ويعلم ما تخفون وما تعلنون. الله لا إله إلا هو رب العرش العظيم. സഹോദരങ്ങളെ, ഇന്നത്തെ ദിവസം നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിച്ച ഒരു വിഷയം അല്ലാഹുവിൻ്റെ ദീൻ വളരെ മോശമായ ഒരു സ്വഭാവമായി പഠിപ്പിച്ച ഒരു വിഷയത്തെക്കുറിച്ചായിരുന്നു. കുറച്ച് നാളുകൾക്ക് മുമ്പ് മറ്റൊരു സന്ദർഭത്തിൽ ഇതേ പള്ളിയിൽ വെച്ച് തന്നെ ആ വിഷയം സംസാരിച്ചിട്ടുമുണ്ട്. ആ വിഷയം മടി എന്നതായിരുന്നു. മടി, അൽ കസൽ. നിർബന്ധമായും നാം ചെയ്തിരിക്കേണ്ട കാര്യങ്ങളിൽ നിന്നും നമുക്കുള്ള അലംഭാവം, ചെയ്യാതിരിക്കൽ. അതിനെക്കുറിച്ച് വീണ്ടും ഒരു ഖുത്ബ പറയണം എന്നാഗ്രഹിച്ചപ്പോൾ ഞാൻ മുശാവറ ചെയ്ത ആളെന്നോട് ചോദിച്ചു, കഴിഞ്ഞ പ്രാവശ്യം അല്ലെങ്കിൽ മറ്റൊരു ദിവസം ഇത് പറഞ്ഞതല്ലേ? ഞാനപ്പോൾ പറഞ്ഞു, 1000 വട്ടം പറയേണ്ടി വരും ചിലപ്പോൾ ഈ വിഷയം. കാരണം ദുനിയാവ് ആ അവസ്ഥയിലാണ്. മുഅ്മിനീങ്ങൾ, മുസ്ലിമീങ്ങൾ അവരുടെ ഫോണുകളിൽ, അവരുടെ ക്ഷീണങ്ങളിൽ, അവരുടെ വിശ്രമങ്ങളിൽ വ്യാപൃതരാണ്. മടി അവരെ കീഴടക്കിയിരിക്കുന്നു. അതിനാൽ തന്നെ വീണ്ടും വീണ്ടും ആ വിഷയം, ദിവസേന ആ വിഷയം പറഞ്ഞാലും അതൊരിക്കലും കുറവായുകയില്ല എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്നിട്ടുള്ള അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലുത് അല്ലാഹുവിൻ്റെ ദീനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞു തന്നു: അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വ അത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഇന്ന് ഞാൻ നിങ്ങളുടെ ദീൻ പൂർത്തിയാക്കി തന്നിരിക്കുന്നു, എൻ്റെ നിഅമത്തിനെ നിങ്ങൾക്ക് പരിപൂർണമാക്കി തന്നിരിക്കുന്നു, നിങ്ങൾക്ക് നിങ്ങളുടെ ദീനായി
ഇസ്ലാമിനെ തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ ആ അനുഗ്രഹം ലഭിക്കുക എന്ന് പറഞ്ഞാൽ മറ്റേതൊരു അനുഗ്രഹത്തെക്കാളും പരിപൂർണമായ അനുഗ്രഹം അത് മാത്രമാണ്. ആ അനുഗ്രഹമുണ്ടെങ്കിലേ അനുഗ്രഹങ്ങൾ അനുഗ്രഹമാവൂ. ആ അനുഗ്രഹമില്ലാത്തിടത്തോളം മറ്റനുഗ്രഹങ്ങളെല്ലാം നമ്മളോട് ചോദ്യം ചെയ്യപ്പെടുന്ന കണക്കുകളായി, ശിക്ഷക്കുള്ള കാരണങ്ങളായി മാറപ്പെടുന്നതാണ്. ആ അനുഗ്രഹം ലഭിച്ചവരെന്ന നിലക്ക് ആ അനുഗ്രഹത്തിന് നേരെ നമ്മൾ കാണിക്കേണ്ട ചില ബാധ്യതകളുണ്ട്. ആ അനുഗ്രഹത്തെ മനസ്സിലാക്കേണ്ട രൂപമുണ്ട്. ആ അനുഗ്രഹത്തിനോട് നമ്മൾ നന്ദി കാണിക്കേണ്ടതുണ്ട്. ആ അനുഗ്രഹത്തിന് നമ്മൾ റബ്ബിനോട് നന്ദി കാണിക്കേണ്ടതുണ്ട്. അതെങ്ങനെയാണ്? ഈ മഹത്തായ അനുഗ്രഹമായ ദീനിനെ സഹായിച്ചുകൊണ്ടാണ്. ഈ മഹത്തായ ദീനിനെ വേണ്ട രൂപത്തിൽ സഹായിച്ചുകൊണ്ടാണ്. ഏത് മനുഷ്യനെന്നില്ല, ഏത് മുസ്ലിം എന്നില്ല, ഏത് മുഅ്മിൻ എന്നില്ല, ഓരോ മുഅ്മിനും തൻ്റെ കഴിവിൻ്റെ പരമാവധി അവൻ്റെ ദീനിനെ സഹായിക്കാൻ വാജിബായ അല്ലെങ്കിൽ ബാധ്യതപ്പെട്ടവനാണ്. ഓരോരുത്തൻ്റെ മേലും ബാധ്യതയാണ് തൻ്റെ ദീനിനെ സഹായിക്കുക എന്നത്. പഠിച്ചവൻ പഠിച്ച രൂപത്തിലും, അതല്ലാത്തവൻ എങ്ങനെയാണോ ചെയ്യേണ്ടത് ആ രൂപത്തിലും അവൻ തൻ്റെ ദീനിനെ സഹായിക്കൽ അവൻ്റെ മേൽ നിർബന്ധമാണ്. അള്ളാഹുവിൻ്റെ ദീനിനെ സഹായിക്കുക എന്നത് അത് വളരെ ഫദ്ലുള്ള, ശ്രേഷ്ഠതയുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് മുൻകടന്നവർ മുൻകടന്നത്, മുന്നേറിയവർ മുന്നിലെത്തിയത്, സ്വർഗത്തിലേക്ക് ആദ്യം പ്രവേശിച്ചവർ ആദ്യം പ്രവേശിച്ചത്. മറ്റെല്ലാവരും സ്വർഗത്തിലും എത്തുന്നതിന് മുമ്പ് സ്വർഗത്തിൻ്റെ ആ വാതായനങ്ങളിലൂടെ പാറിക്കളിക്കാൻ അവർക്ക് സാധ്യമായത് ഈ ദീനിനെ സഹായിച്ചതിനാലാണ്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന് നന്മ ഉദ്ദേശിച്ചാൽ അള്ളാഹുവിൻ്റെ ദീനിനെ സഹായിക്കാൻ അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിനെ സഹായിച്ച ആളുകൾ നമുക്ക് മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. അവരോരോരുത്തരും നമുക്ക് മുന്നിലുള്ള വലിയ പാഠങ്ങളാണ്, മാതൃകകളാണ്. നമ്മളേവരും മാതൃകയാക്കേണ്ട ചരിത്രങ്ങളാണ് അവരുടെ ജീവിതം. അതാ മുസ്ലിം റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ദിമാദ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം. അദ്ദേഹം മക്കയിലേക്ക് കടന്നു വരികയാണ്. മക്കയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്ത് അത് വളരെ നല്ല രൂപത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അതായത് പ്രയാസങ്ങളിലാണ്, ബുദ്ധിമുട്ടുകളിലാണ്. ആളുകൾ ആരോപണങ്ങൾ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നു. മുഹമ്മദിന് ഭ്രാന്തായിരിക്കുന്നു എന്നാണ് പ്രധാന ആരോപണം. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഭ്രാന്തായിരിക്കുന്നു എന്ന വലിയ ആരോപണമാണ് ദിമാദ് കേൾക്കുന്നത്. ദിമാദ് അത് കേട്ടപ്പോൾ ആലോചിച്ചു, ഭ്രാന്തായിപ്പോയോ മുഹമ്മദിന്? എങ്കിൽ ഞാൻ ചികിത്സിക്കാം. അദ്ദേഹം റുഖ്യ ചെയ്യുന്ന ആളായിരുന്നു ജാഹിലിയത്തിൽ. ഞാൻ റുഖ്യ ചെയ്യാമല്ലോ. അങ്ങനെയെങ്കിൽ അങ്ങോട്ട് പോയി മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കൊന്ന് റുഖ്യ ചെയ്തു കൊടുക്കാം. അങ്ങനെ അദ്ദേഹം ചെല്ലുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, നിന്റെ ഈ പ്രശ്നത്തിന്, താങ്കളുടെ ഈ പ്രശ്നത്തിന് ഞാൻ റുഖ്യ ചെയ്തു തരാം. ഞാൻ റുഖ്യ ചെയ്യുന്ന ആളാണ്. ഞാൻ മന്ത്രിക്കാം, രോഗം ഞാൻ മാറ്റാം, ചികിത്സിക്കാം എന്ന അർത്ഥം. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇസ്മഅ മിന്നി, ഇസ്മഅ മിന്നി, എന്നിൽ നിന്നൊന്ന് കേൾക്ക്, ഞാൻ പറയുന്നതൊന്ന് കേട്ടു നോക്ക്. അദ്ദേഹം പറഞ്ഞു, ശരി, പറയൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ ഹംദലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വസയ്യിആതി അഅമാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു എന്ന് തുടങ്ങുന്ന ഖുത്ബത്തുൽ ഹാജ ദിമാദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം അന്ന് മുസ്ലിമല്ല, അദ്ദേഹത്തിന് ഓതിക്കൊടുക്കുകയാണ്. അദ്ദേഹം അത്ഭുതപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ജ്യോത്സ്യന്മാരുടെ സംസാരം കേട്ടിട്ടുണ്ട്, ഇത് അത്രത്തോളം അല്ലെങ്കിൽ ഇതിനോളം അതെത്തുകയില്ല. കവികളുടെ കവിതകൾ കേട്ടിട്ടുണ്ട്, പക്ഷേ അതെത്തുകയില്ല ഇതിനോളം. അതുപോലെ തന്നെ അറാഫുമാരുടെ, അതുപോലെ തന്നെ ഭ്രാന്തന്മാരുടെ, അതുപോലെ സാഹിറന്മാരുടെ, മാരണക്കാരുടെ സംസാരം കേട്ടിട്ടുണ്ട്.
ഇതതിനോളം അല്ലെങ്കിൽ ഇതിനോളം അത് എത്തുകയില്ല. ഈ വാക്കുകൾ അത് ഖാമൂസുൽ ബഹർ, അതായത് ബലാഗത്തിന്റെ അങ്ങേയറ്റത്തെത്തിയിരിക്കുന്നു. ഒന്നുകൂടെ പറഞ്ഞു തരൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറഞ്ഞു കൊടുത്തു. അദ്ദേഹം പറഞ്ഞു, വീണ്ടും പറഞ്ഞു തരൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറഞ്ഞു കൊടുത്തു, അല്ലാഹുവിന്റെ റസൂലേ, താങ്കൾ എനിക്ക് കൈ നീട്ടി തരൂ, ഞാൻ താങ്കൾക്ക് ബൈഅത്ത് നൽകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, താങ്കൾക്ക് മാത്രമല്ല, ഓ ദിമാദേ, താങ്കൾ ഒരു നാടിന്റെ നേതാവാണ്, താങ്കളുടെ നാടിന്റെ കാര്യത്തിലും താങ്കൾ ബൈഅത്ത് ചെയ്യൂ. ദിമാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എൻ്റെ നാട്ടുകാരുടെ കാര്യത്തിൽ ഞാൻ ബൈഅത്ത് ചെയ്യുകയാണ്. അവരും മുസ്ലിമീങ്ങളാണ്, അവരും ഇന്നു മുതൽ മുസ്ലിമീങ്ങളാവുകയാണ്. നാടിന്റെ കാര്യം അദ്ദേഹം ഏറ്റെടുക്കുകയാണ്. സഹോദരങ്ങളെ, ദിമാദ് റളിയല്ലാഹു അൻഹു ഒറ്റക്ക് സ്വർഗത്തിൽ പോകാമെന്നല്ല ആഗ്രഹിച്ചത്, ഒറ്റക്ക് മുഅ്മിനായി കിടന്നുറങ്ങാമെന്നല്ല ആഗ്രഹിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ നാട്ടുകാരുടെ വിഷയം പറഞ്ഞപ്പോൾ, അതേ, ഞാൻ അതിന് തയ്യാറാണ് എന്ന് പറഞ്ഞ് ഏറ്റെടുക്കുകയാണ് ദിമാദ് റളിയല്ലാഹു അൻഹു ചെയ്തത്. നമുക്ക് പാഠങ്ങളുണ്ട്. നമ്മളും പല ആളുകളുടെയും മുന്നിലൂടെ കടന്നു പോകുന്നുണ്ട്. നമുക്കും നാട്ടുകാരുണ്ട്, കുടുംബക്കാരുണ്ട്. ഗോത്രങ്ങളോ അല്ലെങ്കിൽ അന്ന് എന്നറിയപ്പെടുന്ന ഗോത്രങ്ങൾക്ക് പകരമായി അറിയപ്പെടുന്ന കൂട്ടുകുടുംബാദികൾ, വീട്ടുപേരുകൾ നമുക്കുണ്ട്. പലരുമുണ്ട് പരിചയക്കാർ. അവരും എൻ്റെ പോലെ ഞാൻ മനസ്സിലാക്കിയ സത്യത്തിലേക്ക് കടന്നു വരണമെന്ന് ആഗ്രഹിക്കുന്നവരെവിടെ? അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരെവിടെ? ദിമാദ് റളിയല്ലാഹു അൻഹു മുസ്ലിമായപ്പോൾ അദ്ദേഹത്തിന്റെ ഗോത്രം മുസ്ലിമായി. സഹോദരങ്ങളെ, നമുക്കതിൽ പാഠമുണ്ട്. സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ദീർഘമായ ഒരു ഹദീസുണ്ട് ഇമാം മുസ്ലിം റഹിമഹുള്ളാഹിയുടെ സ്വഹീഹിൽ. ആ സംഭവം നമ്മളെല്ലാവരും കേട്ടവരാണ്. വസ്സമാഇ ദാത്തിൽ ബുറൂജ് വൽ യൗമിൽ മൗഊദ് വശാഹിദി വമശ്ഹൂദ് ഖുതില അസ്ഹാബുൽ ഉഖ്ദൂദ് النار ذات الوقود إذ هم عليها قعود وهم على ما يفعلون بالمؤمنين شهود എന്ന് തുടങ്ങിയ ആ സൂറത്തിന്റെ പിന്നിലുള്ള ചരിത്രമെന്ന് ഉലമാക്കൾ പറയുന്ന ആ ചരിത്രം, ആ കുട്ടിയുടെ ചരിത്രം, ആ മുഴുവൻ സംഭവവും വിവരിക്കാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ആ ചെറിയ കുട്ടി മുസ്ലിമായി. ആ കുട്ടിയെ കൊലപ്പെടുത്താനായി രാജാവ് ശ്രമിച്ചുകൊണ്ടേയിരുന്നു. കടലിലേക്ക് പറഞ്ഞയച്ചു, മലമുകളിലേക്ക് പറഞ്ഞയച്ചു, പലതും ചെയ്തു നോക്കി. കുട്ടി മരണപ്പെടുന്നില്ല. അവസാനം കുട്ടി ഒരു സംസാരം സംസാരിച്ചു. ഇന്നക ലസ്ത ബിഖാതിലി, നീ എന്നെ കൊല്ലുകയില്ല, നിനക്കെന്നെ കൊല്ലാൻ കഴിയുകയില്ല. അല്ലാഹു സുബ്ഹാനഹു തആലയുടെ സംരക്ഷണയിലുള്ള കുട്ടിയാണ്. നിനക്കെന്നെ കൊല്ലാൻ കഴിയുകയില്ല തീർച്ച. പക്ഷേ നിനക്കെന്നെ കൊല്ലാൻ കഴിയണമെങ്കിൽ ഞാനൊരു കാര്യം പറയാം, അത് നീ ചെയ്താൽ നിനക്കെന്നെ കൊല്ലാൻ കഴിയും. സുബ്ഹാനല്ലാഹ്. ഒരു ചെറിയ കുട്ടിയുടെ ധൈര്യമാണത്, സ്ഥൈര്യമാണത്. വലിയ മനുഷ്യരല്ലേ പറയുന്നത്. നമ്മളൊക്കെ 30-40 വയസ്സായി. നമ്മളുടെ അവസ്ഥ എന്താണെന്ന് ആ കുട്ടിയുടെ സംസാരം ഓർത്ത് നമ്മളൊന്ന് തുലനം ചെയ്യണം. ആ കുട്ടി പറയുകയാണ്, നിനക്കെന്നെ കൊല്ലാം, പക്ഷേ ഞാൻ ചെയ്യുന്നത് പറയുന്നത് പോലെ നീ ചെയ്യണം. നീ നാട്ടുകാരെ മുഴുവൻ വിളിക്കണം, നീ രാജാവാണ്. ഈ രാജ്യത്തെ പ്രജകളെ മുഴുവൻ നീ ക്ഷണിക്കണം. ഒരു വലിയ മൈതാനത്ത് അവരെ ഒരുമിച്ച് കൂട്ടണം. എന്നെ ഒരു മരത്തിൽ കെട്ടിയിടണം. എന്നിട്ട് ബിസ്മില്ലാഹ് റബ്ബി ഹാദൽ ഗുലാം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ആവനാഴിയിൽ നിന്ന് ഒരു അമ്പെടുത്ത് എൻ്റെ നേരെ എറിയണം. എങ്കിൽ നിനക്കെന്നെ കൊല്ലപ്പെടുത്താൻ കഴിയും. രാജാവ് ആളുകളെ മുഴുവൻ ക്ഷണിച്ചു വരുത്തി. കുട്ടിയെ മരത്തിന് മുകളിൽ കെട്ടിവെച്ചു. അതിനുശേഷം അമ്പെടുത്തു. ബിസ്മില്ലാഹ് റബ്ബി ഹാദൽ ഗുലാം, അല്ലാഹുവിന്റെ നാമത്തിൽ, ഈ കുട്ടിയുടെ റബ്ബിന്റെ നാമത്തിൽ ഇതാ ഞാൻ അമ്പെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് രാജാവ് അമ്പെയ്തു. കുട്ടിയുടെ നെറ്റിയുടെ വശത്ത് അമ്പ് തറച്ചു. കുട്ടി മരണപ്പെട്ടു. ഈ സംഭവത്തോടെ കുട്ടി മരണപ്പെട്ടു. പക്ഷെ മരണശേഷം ഉണ്ടായത്, ആ നാട്ടിലുള്ള മുഴുവൻ മനുഷ്യരും ചിന്തിച്ചു. ഒരു വലിയ സൈന്യവും സന്നാഹങ്ങളുമുള്ള ഒരു രാജാവ്, ആ രാജാവിന് ചെറിയൊരു കുട്ടിയെ ഒറ്റക്ക് നേരിടാൻ പോലും കഴിയില്ലെങ്കിൽ, ആ കുട്ടിയെ കൊലപ്പെടുത്താൻ ആ കുട്ടിയുടെ റബ്ബിന്റെ പേര് പറയേണ്ടി വന്നുവെങ്കിൽ,
അള്ളാഹുവിന്റെ പേരുച്ചരിക്കേണ്ടി വന്നുവെങ്കിൽ പിന്നെ ഈ രാജാവിൽ വിശ്വസിച്ചതുകൊണ്ട് എന്ത് കാര്യം? ഈ കുട്ടിയുടെ റബ്ബിൽ അള്ളാഹുവിൽ വിശ്വസിക്കലല്ലേ ബുദ്ധി? ആ നാട്ടിലെ മനുഷ്യർ മുഴുവൻ മോമിനീങ്ങളായി. മോമിനീങ്ങളായതിന്റെ പേരിൽ അവർ ഓരോരുത്തരായി തീയിലെറിയപ്പെട്ടു. വലിയ വലിയ കിടങ്ങുകൾ നാട്ടിലെ വഴികളിൽ വഴിയോരങ്ങളിൽ കുഴിക്കപ്പെടുകയും ആ തീയിലേക്ക് ഓരോരുത്തരെ വലിച്ചെറിയപ്പെടുകയും ചെയ്തു. പക്ഷേ ഒരാളും തന്റെ ദീൻ ഒഴിവാക്കാൻ തയ്യാറായില്ല. അത്രമാത്രം ഈമാനുള്ള മനുഷ്യരെ വാർത്തെടുക്കാൻ തന്റെ ജീവൻ ആ കുട്ടി ബലി കഴിച്ചു. തന്റെ ജീവൻ ബലി കഴിച്ചു. എന്തിനാണ്? മുഅ്മിനീങ്ങളായ അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ആളുകളെ വാർത്തെടുക്കണം. തന്റെ മരണശേഷമാണെങ്കിലും ശരി. നമുക്കറിയാമല്ലോ സൂറത്തു യാസീൻ, വദ്രിബ് ലഹും മഥലൻ അസ്ഹാബൽ ഖർയ. ആ ഗ്രാമക്കാരുടെ സംഭവം അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദാഹരിക്കുകയാണ്. ഇദ് ജാഅൽ മുർസലൂൻ, മുർസലീങ്ങൾ അവിടെ വന്നപ്പോൾ, അങ്ങനെ ആ മുർസലീങ്ങൾ വന്നു, അവരെ കുറ്റം പറഞ്ഞു, അവരെ കളവാക്കി, കളിയാക്കി, ആക്ഷേപിച്ചു. അപ്പോൾ വജാഅ മിൻ അഖ്സൽ മദീനതി റജുലുൻ യസ്ആ, അതാ പട്ടണത്തിന്റെ അങ്ങേയറ്റത്ത് നിന്ന് ഒരാൾ ഓടി വരികയാണ്. ഇത്തബിഉൽ മുർസലീൻ, മുർസലീങ്ങളെ വിശ്വസിക്കുക, നിങ്ങൾ നബിമാരിൽ വിശ്വസിക്കുക. ഇത്തബിഉ മൻ ലാ യസ്അലുകും അജ്റൻ വഹും മുഹ്തദൂൻ, സന്മാർഗദർശികളായ നിങ്ങളോട് കൂലിയൊന്നും ചോദിക്കാത്തവരെ വിശ്വസിക്കുക എന്ന് ഉപദേശിക്കുകയാണ്. എന്താണുണ്ടായത്? അദ്ദേഹത്തെ കൊലപ്പെടുത്തി. തന്റെ ജീവിതം ഈ മുർസലീങ്ങളെ സഹായിക്കാൻ വേണ്ടി, അള്ളാഹുവിന്റെ ദീനിനെ സഹായിക്കാൻ വേണ്ടി തന്റെ ജീവിതത്തെ ബലി കൊടുക്കുകയാണ്. സഹോദരങ്ങളെ, ഇത് മനുഷ്യരുടെ ചരിത്രമാണെങ്കിൽ നേരത്തെ ഞാൻ ഓതി വച്ച ആയത്ത് വതഫഖദ അത്തൈർ ഫഖാല മാ ലി ലാ അറൽ ഹുദ്ഹുദ് അം കാന മിനൽ ഗായിബീൻ. സുലൈമാൻ അലൈഹിസ്സലാം പക്ഷികളെ നോക്കുകയാണ്. എവിടെയാണ് പക്ഷികളൊക്കെ? അവരൊക്കെ ഇവിടെ ഉണ്ടോ? നോക്കിയപ്പോൾ ഹുദ്ഹുദ് അവിടെയില്ല. ഹുദ്ഹുദ് എന്ന പക്ഷി അവിടെ ഇല്ല. എന്താണ് സംഭവം? മൂപ്പരിവിടെ നിന്ന് പോയതാണോ? എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ലഉഅദ്ദിബന്നഹു അദാബൻ ശദീദൻ ഔ ലഅദ്ബഹന്നഹു ഔ ലയഅതിയന്നി ബിസുൽത്താനിൻ മുബീൻ. ഞാനതിനെ ശക്തമായി ശിക്ഷിക്കും, അതല്ലെങ്കിൽ ഞാനതിനെ അറുത്ത് കളയും, അതല്ലെങ്കിൽ അത് വ്യക്തമായ ഒരു കാരണം, ഒരു വിഷയം ഇവിടെ കൊണ്ടുവന്ന് പറഞ്ഞിരിക്കണം. ഫമകത ഗൈറ ബഈദ്, അധികമൊന്നും താമസിച്ചില്ല. ഫഖാല അഹത്തു ബിമാ ലം തുഹിത് ബിഹി വജിഅതുക മിൻ സബഇൻ ബിനബഇൻ യഖീൻ. നിങ്ങൾ അറിയാത്തൊരു കാര്യം ഞാൻ അറിഞ്ഞിട്ടുണ്ട്. സബയിൽ നിന്നും വ്യക്തമായൊരു ഉറച്ച ഒരു വിഷയവും കൊണ്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഹുദ്ഹുദ് ഒരു പക്ഷി, മനുഷ്യനല്ല, മുകല്ലഫല്ല, ഒരു പക്ഷി ഹുദ്ഹുദ്. ഈ ചരിത്രത്തിൽ മറ്റൊരു സംഭവമുണ്ട്. ഒരു പക്ഷി ആരോടാ സംസാരിക്കുന്നത്? ജിന്നുകളുടെ ആധിപത്യം ലഭിച്ച സുലൈമാൻ അലൈഹിസ്സലാം. ഒരുപാട് അത്ഭുതങ്ങളായ സംഭവങ്ങൾക്ക് അങ്ങനെ മുഅ്ജിസത്തുകൾ ലഭിച്ച സുലൈമാൻ അലൈഹിസ്സലാമിനോട് പക്ഷി പറയുകയാണ്, നിങ്ങൾക്കറിയാത്തത് എനിക്കറിയാം. സുലൈമാൻ നബിക്ക് അറിയാത്തത് ഒരു പക്ഷിക്കറിയാമെന്നോ? അതെ, അങ്ങനെ ഉണ്ടാകും. കാരണം സുലൈമാൻ നബി അലൈഹിസ്സലാം ഗൈബ് അറിയുന്ന ആളല്ല. സുലൈമാൻ നബി അലൈഹിസ്സലാം ആകട്ടെ, ആരാകട്ടെ, ഗൈബ് അറിയുന്ന ആളല്ല. ഒരു പക്ഷിക്കറിയാവുന്ന വിഷയം സുലൈമാൻ നബി അലൈഹിസ്സലാമിന് അറിയില്ല. സുബ്ഹാനല്ലാഹ്, പാഠങ്ങളാണ്. ശരി, എന്താണ് വിഷയം? സബയിൽ നിന്നും ഒരു വിഷയവുമായാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇന്നി വജതു ഇംറഅതൻ തംലികുഹും വലഹാ കുല്ലു ഷൈഇൻ വഊതിയത് കുല്ലു ഷൈഇൻ വലഹാ അർശുൻ അദീം. ഞാനൊരു പെണ്ണിനെ കണ്ടു. ആ പെണ്ണാണ് അവരെ ഭരിക്കുന്നത്. അവർക്ക് എല്ലാ അനുഗ്രഹങ്ങളും ലഭിക്കപ്പെട്ടിട്ടുണ്ട്. അവൾക്ക് വലിയൊരു അർശുമുണ്ട്. വജത്തുഹാ വഖൗമഹാ യസ്ജുദൂന ലിശ്ശംസി മിൻ ദൂനില്ലാഹ് വസയ്യന ലഹും അശ്ശൈത്താനു അഅമാലഹും വസദ്ദഹും അനിസ് സബീലി വഹും ലാ യഹ്തദൂൻ. എന്താണ് പ്രശ്നം? അവളെയും അവളുടെ നാട്ടുകാരെയും അള്ളാഹുവിന് പുറമെ സൂര്യനെ ആരാധിക്കുന്നവരായിട്ടാണ് ഞാൻ കണ്ടത്. സൂര്യനെ ആരാധിക്കും. ശൈത്താനാണെങ്കിലോ അവർ ചെയ്യുന്നതിനെ ഭംഗിയാക്കി തോന്നിക്കുകയും എന്നിട്ട്
അവർക്ക് യഥാർത്ഥത്തിലുള്ള വഴി കണ്ടെത്താനുള്ള വഴി അടച്ചു കളയുകയും ചെയ്തു. അവരിപ്പോൾ ഹിദായത്തിലാകാൻ ഒരു വഴിയുമില്ലാത്ത അവസ്ഥയിലാണ്. എന്തിനാണ് ശൈത്താൻ അത് ചെയ്തത്? അല്ലാ യസ്ജുദൂ ലില്ലാഹില്ലദീ യുഖ്രിജുൽ ഖബഅ ഫിസ്സമാവാതി വൽ അർദ്. ആകാശങ്ങളിലും ഭൂമിയിലും രഹസ്യമാക്കിപ്പെട്ടതിനെ പുറത്തെടുക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് സുജൂദ് ചെയ്യാതിരിക്കാൻ ശൈത്താൻ അവരെ തടഞ്ഞിരിക്കുന്നു. വയഅലമു മാ തുഖ്ഫൂന വമാ തുഅലിനൂൻ. നിങ്ങൾ മറച്ചു വെക്കുന്നതും പരസ്യമാക്കുന്നതും അറിയുന്നവനായ അല്ലാഹുവിനെ സുജൂദ് ചെയ്യാതിരിക്കാൻ. ഈ ഒരു സംഭവം, അതിന്റെ പ്രയാസം, സബയിലെ വിഷയം കണ്ടപ്പോൾ ഒരു കിളിക്കുണ്ടായ പ്രയാസം, അത് അവിടെ വന്ന് ഷെയർ ചെയ്യുകയാണ്. സുലൈമാൻ അലൈഹി ഇസ്ലാമിനോട് കാര്യം പറയുകയാണ്. ആ ഒരു കിളിയുടെ സംസാരം കൊണ്ട് ആ രാജ്ഞിയും ആ നാട്ടുകാരും ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ആ ഒരു ഹുദ്ഹുദിന്റെ ആഗ്രഹം കൊണ്ട്, പരിശ്രമം കൊണ്ട് നാട്ടുകാർ ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ് ഉണ്ടായത്. എന്തിനധികം കാഫിറുകളായ ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു വന്ന് ചോദിക്കുകയാണ്, ഹൽ നഫഅത അമ്മക വഖദ് കാന യുഹീതുക. അല്ലാഹുവിന്റെ റസൂലേ, താങ്കളുടെ പിതൃവ്യൻ മൂത്താപ്പാക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്തിട്ടുണ്ടോ? വഖദ് കാന യഹൂതുക. താങ്കളുടെ മൂത്താപ്പ അല്ലെങ്കിൽ പിതൃവ്യൻ താങ്കളെ വലയം ചെയ്യുന്നുണ്ടായിരുന്നു, സംരക്ഷിക്കുന്നുണ്ടായിരുന്നു. എല്ലാ നിലക്കും അബൂ താലിബ് താങ്കൾക്ക് എല്ലാ പ്രൊട്ടക്ഷനും നൽകിയിരുന്നു. എന്നിട്ട് താങ്കളെ കൊണ്ട് മൂപ്പർക്ക് വല്ല ഉപകാരവും ഉണ്ടായിട്ടുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, കാഫിറായിട്ടാണ് മരിച്ചത് കാഫിറായിട്ടാണ്. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നഹു മിൻ ദഹ്ദാഹിൽ ജഹന്നം വലൗലാ അനാ ലകാന ഫിദ്ദർക്കിൽ അസ്ഫലി മിനൻ നാർ. അബൂ താലിബ് ഉള്ളത് നരകത്തിന്റെ തീരപ്രദേശങ്ങളിലാണ്. ഞാനില്ലായിരുന്നെങ്കിൽ, എനിക്കുള്ള ആ സഹായങ്ങളും കാര്യങ്ങളും ഇല്ലായിരുന്നെങ്കിൽ അയാൾ നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിലായി പോയേനെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ദീനിനെ സഹായിച്ച കാഫിറിന് കിട്ടിയത് അതാണെങ്കിൽ മുഅ്മിനീങ്ങൾക്ക് എന്തായിരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിട്ടുണ്ടാകുക? നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു നിവൃത്തിയുമില്ല, കാഫിറാണ്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹായിച്ചതിനാൽ ശിക്ഷ ലഘൂകരിക്കപ്പെട്ടു. അള്ളാഹുവിന്റെ ദീൻ പ്രചരിപ്പിക്കാൻ അന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായി, കാരണമായി നിലനിന്നത് അബൂ താലിബിന്റെ സഹായങ്ങളായിരുന്നു. അബൂ താലിബ് മരണപ്പെട്ടപ്പോൾ ആമുൽ ഹുസ്ൻ, വിഷമത്തിന്റെ വർഷമെന്നാണ് ആ വർഷത്തെ അറിയപ്പെട്ടത്. സഹായങ്ങൾ നൽകിയിരുന്ന ആൾ മരണപ്പെട്ടു. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ദീനിനെ സഹായിക്കുക എന്നത് നമ്മളുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. എല്ലാവരും പ്രസംഗിക്കാൻ കഴിയണമെന്നില്ല, എല്ലാവരും പഠിപ്പിക്കാൻ കഴിയണമെന്നില്ല. പക്ഷേ ധനം കൊണ്ട് സഹായിക്കാൻ കഴിയുന്നവരുണ്ടാകും, ശരീരം കൊണ്ട് സഹായിക്കാൻ കഴിയുന്നവരുണ്ടാകും, ദുആ കൊണ്ട് സഹായിക്കാൻ കഴിയുന്നവരുണ്ടാകും, അതുപോലെ തന്നെ കൂടെ നിന്നുകൊണ്ട് സഹായിക്കാൻ കഴിയുന്നവരുണ്ടാകും. എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ അള്ളാഹുവിന്റെ ദീനിന്റെ ആളുകളെ, അവർക്ക് ഞാൻ കൂട്ടായി നിൽക്കണമെന്ന് പറയുന്നവരുണ്ടാകും. എങ്ങനെയും ദുആ കൊണ്ടോ ഏത് നിലക്കും നിന്നെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ എന്താണോ കഴിയുന്നത് അത് അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി ചെയ്യാൻ നമ്മൾ തയ്യാറാകണം. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين ولا عدوان إلا على الظالمين. أما بعد, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീൻ, അതിനെ സംരക്ഷിച്ച ആളുകളുടെ ചരിത്രങ്ങൾ നമുക്ക് പാഠങ്ങളാണ്. അള്ളാഹുവിന്റെ ദീനിനെ സംരക്ഷിക്കുക എന്നത് നമ്മളുടെ മേൽ, അതിനെ സഹായിക്കുക എന്നത് നമ്മളുടെ മേൽ നിർബന്ധമായ കാര്യമാണ്. ഇൻ തൻസുറുല്ലാഹ യൻസുർക്കും. നിങ്ങൾ അള്ളാഹുവിനെ സഹായിക്കുകയാണെങ്കിൽ അള്ളാഹു നിങ്ങളെ സഹായിക്കും. അള്ളാഹുവിന്റെ സഹായം വേണോ? അള്ളാഹുവിനെ സഹായിക്കുക. അള്ളാഹുവിന്റെ ദീനിൽ ഉറച്ചു നിൽക്കാൻ ആഗ്രഹമുണ്ടോ? വയുസബ്ബിത് അഖ്ദാമക്കും. നിങ്ങളുടെ കാലുകളെ അവൻ ഉറപ്പിച്ചു നിർത്തും.
എന്ന റബ്ബ് സുബ്ഹാനഹു വ തആല. ആയിഷ റളിയല്ലാഹു അൻഹാ പരിഭവം ബോധിപ്പിക്കുകയാണ്. ലോകത്ത് വേറൊരു പെണ്ണുമില്ലേ? ലോകത്തൊരു പെണ്ണുമില്ലേ? ഖദീജ റളിയല്ലാഹു അൻഹ മാത്രമോ? ലോകത്തൊരു പെണ്ണുമില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അഹ്മദ് റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ജനങ്ങളെല്ലാവരും ആമനത് ബി ഹീന കഫറ അന്നാസ്, ജനങ്ങളെല്ലാവരും അവിശ്വസിച്ചപ്പോൾ അവരെന്നിൽ വിശ്വസിച്ചു. വവാസാനി ബിമാലിഹാ ഹീന ഹറമ അന്നാസ്, ജനങ്ങൾ എന്നിൽ നിന്നും ധനം തടഞ്ഞപ്പോൾ അവൾ എനിക്ക് ധനം തന്നുകൊണ്ട് സഹായിച്ചു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ തന്നെ വഅതാനി മിൻഹാ വഅതാനി ഔലാദഹാ ഹീന ഹറമ അല്ലാഹു ഗൈറഹാ, മറ്റുള്ള എൻ്റെ ഭാര്യമാർക്ക് മക്കളെ കൊടുക്കാത്ത അവസ്ഥയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിലൂടെ എനിക്ക് മക്കളെ നൽകി. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ദീനിനെ സഹായിച്ച ഖദീജ റളിയല്ലാഹു അൻഹക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സിലുണ്ടായിരുന്ന വലിയ സ്ഥാനമായിരുന്നത്. ശരിയാണ്, ആയിഷ റളിയല്ലാഹു അൻഹയാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറ്റവും ഇഷ്ടമുള്ള മനുഷ്യന്മാരിൽ ഏറ്റവും ഇഷ്ടം ആയിഷ റളിയല്ലാഹു അൻഹയാണ്. പക്ഷേ അതൊരിക്കലും ഖദീജ റളിയല്ലാഹു അൻഹയുടെ ഫദ്ലിനെ ഇടിച്ചു കുറക്കുന്നതായിരുന്നില്ല. ഖദീജ റളിയല്ലാഹു അൻഹയെ മറന്നിട്ടുള്ളൊരു അറവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിരുന്നില്ല. അറുത്താൽ ആർക്കെങ്കിലും സമ്മാനം കൊടുത്താൽ ഖദീജ റളിയല്ലാഹു അൻഹയുടെ കൂട്ടുകാരികൾക്ക്, ആളുകൾക്ക് കൊടുക്കും. ഒരിക്കൽ ഹാല ഖദീജ റളിയല്ലാഹു അൻഹയുടെ സഹോദരി വന്നപ്പോ അവരുടെ നടത്തത്തിന്റെ ശബ്ദമോ മറ്റോ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖദീജയുടെ ശബ്ദം പോലെ അല്ലാഹുമ്മ ഹാല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വിറച്ചുപോയി. അതായത് ഖദീജ അത്രമാത്രം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സപ്പോർട്ടായിരുന്നു, സഹായമായിരുന്നു അള്ളാഹുവിന്റെ ദീന് പ്രചരിപ്പിക്കുന്ന വിഷയത്തിൽ. അതാ സഹോദരങ്ങളെ, ഖദീജ റളിയല്ലാഹു അൻഹയെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. എവിടേക്കാണ് കൂട്ടിക്കൊണ്ടുപോകുന്നത്? വറഖത്ത് ഇബ്നു നൗഫലിന്റെ അടുക്കെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. എന്നിട്ടോ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഇന്ന ഹാദാ നാമൂസു, ഇന്ന ഹാദാ നാമൂസ്, അല്ലെങ്കിൽ ഇന്ന ഹാദാ നാമൂസു മിത്ല മാ അൻസല അലാ മൂസ, അല്ലെങ്കിൽ നസല അലാ മൂസ, മൂസ അലൈഹി സ്വലാമിന് ഇറങ്ങിയ പോലുള്ള നാമൂസാണിത്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, യാ ലൈതനി കുൻതു ജദഅൻ ഹീന യുഖ്രിജുക ഖൗമുക, യാ ലൈതനി ജദഅൻ ഹീന യുഖ്രിജുക ഖൗമുക. ആരാണ് ഈ പറയുന്നത്? വറഖത്ത് ഇബ്നു നൗഫൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പ്രബോധനം ആരംഭിച്ചിട്ടില്ല. പക്ഷേ പറയുന്നത് സത്യമാണ് എന്ന് തിരിച്ചറിഞ്ഞ വറഖ അദ്ദേഹം പറയുകയാണ്, അന്ന് ഞാനൊരു യുവാവായിരുന്നെങ്കിൽ, യുവാക്കളോടാണ്, അന്ന് ഞാനൊരു യുവാവായിരുന്നെങ്കിൽ, നിങ്ങളിപ്പോൾ യുവാക്കളാണ്, അന്ന് ഞാനൊരു യുവാവായിരുന്നെങ്കിൽ താങ്കളുടെ ആളുകൾ പുറത്താക്കുന്ന സമയത്ത് ഞാനൊരു യുവാവായിരുന്നെങ്കിൽ താങ്കളെ സഹായിക്കുമായിരുന്നു, താങ്കളുടെ കൂടെ നിൽക്കുമായിരുന്നു, താങ്കളെ എല്ലാ നിലക്കും സപ്പോർട്ട് ചെയ്യുമായിരുന്നു. വറഖത്ത് ഇബ്നു നൗഫൽ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ കുറിച്ച് സ്വഹാബി ആണ് എന്നാണ് പല ഉലമാക്കളും രേഖപ്പെടുത്തിയത്. അദ്ദേഹം സ്വഹാബിയാണെന്ന് ഒരുപാട് ഉലമാക്കൾ രേഖപ്പെടുത്തി. അദ്ദേഹം മരണപ്പെട്ടു പോയി. പക്ഷെ സഹോദരങ്ങളെ, ഇസ്ലാമിനെ കുറിച്ച് അറിഞ്ഞപ്പോൾ അതിനോട് ഞാൻ ചെയ്യേണ്ട ബാധ്യത എന്താണ് എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. ആവശ്യ സമയത്ത് അതിനെ സപ്പോർട്ട് ചെയ്യുക, അതിനെ സഹായിക്കുക എന്നതാണ് ഞാൻ അതിനോട് ചെയ്യേണ്ട സഹകരണം, അല്ലെങ്കിൽ എൻ്റെ മേൽ നിർബന്ധമായത് എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. ഇതാണ് നമ്മൾക്ക് മനസ്സിലാക്കാനുള്ള പാഠം. അള്ളാഹുവിന്റെ ദീനിനെ സഹായിക്കുന്നവർക്ക് അള്ളാഹുവിന്റെ ദീനിന് വലിയ പ്രാധാന്യമുണ്ട്. നമുക്കറിയാം, ഷഹീദിനെ ഒന്നാമത്തെ ഖത്ര തുള്ളി രക്തം അവന്റെ ശരീരത്തിൽ നിന്ന് വരുമ്പോഴേക്ക് അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെട്ടു. കഫാ ബിബാരിഖത്തി സുയൂഫി അലാ റൂസിഹിം ഫിത്ന, ഫിത്നയായിക്കൊണ്ട് അവരുടെ തലയുടെ മുകളിൽ അന്ന് വാളിന്റെ തിളക്കം പതിച്ച ആ തിളക്കം, ആ വെളിച്ചം മതി അവർക്ക് ഫിത്നയായിക്കൊണ്ട്, ഖബറിലെ ഫിത്നയായിക്കൊണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് കാരണം?
കാരണം അള്ളാഹുവിന്റെ ദീനിനെ സഹായിക്കാൻ തയ്യാറായി. തന്റെ ജീവനേക്കാൾ അള്ളാഹുവിന്റെ ദീനിന് പ്രാധാന്യം നൽകുകയും അതിനെ സഹായിക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങുകയും ചെയ്തു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ ശ്രേഷ്ഠത നമുക്കാർക്കും അറിയാത്തവരല്ല. അദ്ദേഹവും അബൂബക്കർ റളിയല്ലാഹു അൻഹുവും തമ്മിൽ ചെറിയ സംസാരങ്ങളുണ്ടായി, വിഷയമുണ്ടായി. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് മാപ്പ് ചോദിച്ചു, കൊടുക്കാൻ തയ്യാറായില്ല. ഉമർ റളിയല്ലാഹു അൻഹു കർക്കശക്കാരനായിരുന്നു. ചില സമയങ്ങളിൽ അദ്ദേഹം വീട്ടിലേക്ക് പോയി, പക്ഷേ മനസ്സ് സമ്മതിക്കുന്നില്ല. ഞാൻ ആർക്കാണ് മാപ്പ് കൊടുക്കാത്തത്? ആരോടാണ് ഞാൻ വിട്ടുവീഴ്ച ചെയ്യാത്തത്? തിരിച്ചുപോയി അബൂബക്കർ റളിയല്ലാഹു അൻഹു അവിടെ വീട്ടിൽ അന്വേഷിക്കുന്നു, കാണുന്നില്ല. പ്രയാസപ്പെട്ടുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് പോയി. അവിടെ അത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇരിക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ അറിയിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഹല്ലാ തറക്തും സാഹിബി, നിങ്ങൾക്ക് എന്റെ സാഹിബിനെ വിട്ടുകൂടെ? വെറുതെ വിട്ടുകൂടെ? എന്തിനാണ് അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കുന്നത്? അബൂബക്കർ റളിയല്ലാഹു അൻഹു അദ്ദേഹം റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലെ, ഞാനാണ് കൂടുതൽ അക്രമം കാണിച്ചത്, ഞാനാണ് പ്രശ്നമുണ്ടാക്കിയത്, അദ്ദേഹമല്ല എന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹൽ അൻതും താരികു സാഹിബി, എനിക്ക് എന്റെ കൂട്ടുകാരനെ, എന്റെ ഏറ്റവും അടുത്തവനെ നിങ്ങൾക്കൊന്ന് വിട്ടു തന്നൂടെ? അദ്ദേഹത്തെ ഒഴിവാക്കി വിട്ടൂടെ? അദ്ദേഹത്തിനെ എന്തിനാണ് ഉപദ്രവിക്കുന്നത്? അതൈതു ഇലൈക്കും ഫഖുൽതും കദബ്ത ഫഖാല അബൂബക്കർ സദഖ്ത, നിങ്ങളിലേക്ക് ഞാൻ വന്നു, അപ്പോൾ നിങ്ങൾ എല്ലാവരും പറഞ്ഞു നിങ്ങൾ നുണയാണ് പറഞ്ഞതെന്ന്. അബൂബക്കർ പറഞ്ഞു, സത്യമാണ് പറയുന്നത്. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ദീനിനെ സഹായിച്ചതിന്റെ ഫലം അബൂബക്കർ റളിയല്ലാഹു അൻഹു അനുഭവിക്കുകയായിരുന്നു. എല്ലാവരും കളവാക്കിയ നേരത്തെ അതിന് കൂട്ടുനിൽക്കാൻ, അതിന്റെ ദഅവത്തിനൊരു കണ്ണിയാകാൻ അബൂബക്കർ റളിയല്ലാഹു അൻഹു ശക്തമായി നിലനിന്നപ്പോൾ അദ്ദേഹത്തിനെതിരെ വരുന്ന അമ്പുകൾക്ക്, അതിന് വളരെ മയപ്പെട്ടതാണെങ്കിലും ചെറിയൊരു ഉപദ്രവം പോലും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് ഉണ്ടാകുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെട്ടില്ല. എന്റെ കൂട്ടുകാരനെ നിങ്ങൾക്കൊന്ന് വിട്ടൂടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയാസപ്പെട്ടുകൊണ്ട് ചോദിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ജഹസ ജയ്ശൽ ഉസ്റ ഫലഹുൽ ജന്ന, ആരാണോ ജയ്ഷുൽ ഉസ്റ, പ്രയാസത്തിന്റെ ഈ സൈന്യത്തെ ആരാണോ സഹായിക്കുന്നത് അവന് സ്വർഗമുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കടന്നു വരികയാണ് തന്റെ സമ്പാദ്യങ്ങളും കൊണ്ട്. ഇസ്ലാമിനെ സഹായിക്കേണ്ട ഒരു സമയം, ദീനിനെ സഹായിക്കേണ്ട ഒരു സന്ദർഭത്തിൽ ഞാൻ അതിന് തയ്യാറാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു കടന്നു വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷിച്ചു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കുകൾ വേറൊരു മനുഷ്യന് കിട്ടുമോ? മാ ദറ ഉസ്മാന മാ ഫഅല ബഅദൽ യൗം, ഇന്നേ ദിവസത്തിന് ശേഷം ഉസ്മാൻ പ്രവർത്തിച്ച പ്രവർത്തനങ്ങൾ ഉസ്മാനെ ഉപദ്രവിക്കുകയില്ല. എന്തും പ്രവർത്തിച്ചാലും ഉസ്മാൻ അതിൽ നിന്നൊരു കേടുമുണ്ടാവുകയില്ലെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ സഹായിക്കാൻ നമ്മൾ തയ്യാറാകേണ്ടതുണ്ട്. അതിന്റെ സന്ദർഭങ്ങൾ വരുമ്പോൾ മോടിപ്പൊതിച്ചുട കിടന്നുറങ്ങാൻ നമുക്ക് പാടില്ല. എനിക്ക് ജലദോഷമുണ്ട്, എന്നെ മുടി കൊഴിച്ചിലാണ്, കാലിൽ വിള്ളൽ വീണിരിക്കുന്നു എന്ന് പറയാൻ നമുക്ക് പാടില്ല. മറിച്ച് എന്നെ കൊണ്ട് ചെയ്യാവുന്നത് എന്താണ്, അത് ഞാൻ ചെയ്തിരിക്കണമെന്ന ബോധം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളി വൃത്തിയാക്കിയിരുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവർ മരണപ്പെട്ടു. സ്വഹാബത്ത് രാത്രി തന്നെ ഖബറടക്കി. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, പിറ്റേ ദിവസം അവരിവിടെ മരണപ്പെട്ടു. വലിയ വിഷയമൊന്നുമുള്ള കാര്യമല്ലല്ലോ, വലിയ പ്രാധാന്യമുള്ള ആളല്ലല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമനെ അറിയിക്കേണ്ടത് വിഷയമെന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹല്ല ആദൈതുമൂനി, നിങ്ങൾക്ക് എന്നെ ഒന്ന് അറിയിക്കായിരുന്നില്ലേ, എന്നെ ഒന്ന് അറിയിക്കാമായിരുന്നില്ലേ? എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ഖബർ എവിടെ നിന്ന് അന്വേഷിക്കുകയാണ്. ആ ഖബറിനടുത്ത് പോയി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മയ്യത്ത് നിസ്കരിക്കുകയാണ്. ഒന്ന് പള്ളി വൃത്തിയാക്കിയിരുന്ന സ്ത്രീ. നമ്മളുടെ കാര്യം നമ്മളൊന്ന് ആലോചിച്ചു നോക്ക്.
അള്ളാഹുവിന്റെ ദീനിനെ സഹായിക്കാൻ, അള്ളാഹുവിന്റെ ദഅവത്തിനെ സഹായിക്കാൻ യഥാർത്ഥത്തിലുള്ള ഹഖ് ഇതാണെന്ന് മനസ്സിലായ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിനെ സഹായിക്കാൻ സന്ദർഭങ്ങൾ വരുമ്പോൾ ഞാനോ, അവനില്ലേ, അവനുള്ളപ്പോൾ ഞാൻ എന്തിനാ എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കുന്ന അവസ്ഥയാണ് നമുക്കുള്ളത്. അവന് മുമ്പ് ഞാൻ അവിടെ ചെല്ലണമെന്ന ബോധ്യത്തിൽ ആരാണ് അള്ളാഹുവിന്റെ ദീനിനെ സഹായിക്കാൻ ഓടുന്നത്? ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് രാത്രിയിൽ തന്നെ കടന്നു ചെല്ലുകയാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ കാര്യം അറിയിക്കാൻ വേണ്ടി. എന്തേ, അബൂബക്കറിന് മുമ്പ് ഞാനെത്തണം. അറിയിച്ചു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അബൂബക്കർ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു റളിയല്ലാഹു അൻഹു. സഹോദരങ്ങളെ, ഈ ഒരു മുസാബഖ നന്മയുടെ കാര്യത്തിൽ ഉണ്ടാകണം. തിന്മകളിൽ മത്സരിക്കുന്ന ആളുകളെ നമുക്ക് കാണാം. നന്മയിൽ മത്സരിക്കാൻ ചെറിയൊരു വിഭാഗം മാറി നിൽക്കേണ്ടതുണ്ട്. എവിടെയാണവർ? നേരത്തെ പറഞ്ഞ മടി എന്ന വിഷയം അതിൽപ്പെട്ടതാണ്. മടിയാണ്. അവിടേക്ക് പോകണം, മടിയാണ്. പഠിക്കാനുണ്ട്, മടിയാണ്. ഖുർആൻ പാരായണം, മടിയാണ്. കോള് വന്നു, മടിയില്ല. മെസ്സേജ് വന്നു, മടിയില്ല. ഖുർആൻ പാരായണം ചെയ്യാൻ മടിയായി പോയി. നിസ്കരിക്കാൻ മടിയാണ്. അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ഒരു സഹായം ചെയ്യാൻ ഒരു സ്ഥലത്തേക്ക് പോകേണ്ടതുണ്ട്, മടിയാണ്. ടൂർ പ്ലാൻ ചെയ്താൽ ഞാൻ ആദ്യത്തെ സീറ്റിലുണ്ട് എന്നാണോ നമ്മളുടെ അവസ്ഥ? നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മളെ കുറിച്ച് ചിന്തിക്കുക. നമ്മളുടെ അവസ്ഥയെ പുനർവിചിന്തനം നടത്തുക. എന്നിട്ട് നമ്മളുടെ സ്വഹാബത്തിന്റെ മാർഗത്തിലേക്ക് തിരിച്ചു കിടക്കുക. സലഫി എന്ന് പറഞ്ഞാൽ സലഫു സാലിഹീങ്ങളെ പിന്തുടരുന്നവരാണ്, അവരുടെ മാർഗത്തെ പിന്തുടർന്നവരാണ്. വാക്കിൽ മാത്രം ഒതുങ്ങിയ സലഫിയാകരുത്, മറിച്ച് സലഫിനെ പ്രവർത്തനത്തിൽ പിന്തുടർന്നവരാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ദീനിനെ സഹായിക്കുക എന്നത് നിസ്സാര കാര്യമല്ല. ഓർക്കുക, മനസ്സിലാക്കുക, പാഴാക്കാതിരിക്കുക അവസരങ്ങളെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഇൻഷാ അല്ലാഹ് ഇതുകൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ദീർഘിച്ചിട്ടുണ്ട് എന്നറിയാം, പക്ഷേ വിഷയം പ്രാധാന്യമുള്ളതാണ്. ഒരാൾ കടന്നു വരികയാണ്. ഉഹദിന്റെ സമയമാണ്, ഉഹദ് യുദ്ധത്തിന്റെ സമയമാണ്. ഒരാൾ കടന്നു വരികയാണ്, മുശ്രിക്കാണ്, മുസ്ലിമല്ല. അതുവരെ ഇസ്ലാമിലേക്ക് പ്രവേശിക്കാൻ വിമുഖത കാണിച്ചിരുന്ന ആളാണെന്ന് ശറഹുകൾ നോക്കുമ്പോൾ നമുക്ക് കാണാം. ഏതായാലും അദ്ദേഹം കടന്നു വന്നിട്ട് ചോദിച്ചു, ഞാൻ യുദ്ധം ചെയ്യട്ടെ അതോ മുസ്ലിം ആകണോ? ഞാൻ മുസ്ലിം ആകണോ അതല്ലാതെ യുദ്ധം ചെയ്യണോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്ലിം സുമ്മ ഖാതിൽ. മുസ്ലിം ആവും, എന്നിട്ട് യുദ്ധം ചെയ്യും. യുദ്ധത്തിന്റെ സന്ദർഭമാണ്. അദ്ദേഹം മുസ്ലിമായി, അദ്ദേഹം യുദ്ധം ചെയ്തു, അദ്ദേഹം ഷഹീദായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അമില ഖലീലൻ വഉജ്റ കസീറാ. കുറച്ച് പ്രവർത്തിച്ചു, ഒരുപാട് നേടി. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ദീനിനെ സഹായിക്കാൻ നീ ഒന്ന് ആലോചിച്ചു നോക്ക്. എന്താണ് ദീനിന് വേണ്ടി നീ ചെയ്തത്? നിസ്കരിച്ചു എന്ന് പറയണ്ട, കാരണം നിസ്കാരം നിനക്കുള്ളതാണ്. നോമ്പ് നോറ്റു എന്ന് പറയണ്ട, സകാത്ത് കൊടുത്തു എന്ന് പറയണ്ട, അതുപോലെ തന്നെ സദഖ കൊടുത്തു എന്ന് പറയണ്ട, അതൊക്കെ നിനക്കുള്ളതാണ്. അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി നിന്റെ പുറത്തേക്ക് നീ വിട്ടുകിടക്കുന്ന ഒരു പ്രവർത്തനം എന്താണ് നീ ചെയ്തത് എന്നതിനെ കുറിച്ച് ആലോചിക്കുക. നാളെ പരലോകത്ത് അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ അള്ളാഹു നിന്റെ പേരിൽ ഹിദായത്തിലാക്കിയ ആളുകളുടെ കണക്ക് പറയാൻ പറ്റിയ ആളുകളിൽ പെടാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും ശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ ദീനിനെ സഹായിക്കുന്ന ആളുകളിൽ നമ്മളെവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രയാസപ്പെടുന്നവരുടെ പ്രയാസങ്ങൾ, അത് നാടിൻ്റെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മുഅ്മിനീങ്ങൾ പ്രയാസപ്പെടുന്നുണ്ട്. നമുക്കറിയാം, ഗസയിൽ നമ്മളുടെ സഹോദരങ്ങൾ, അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ പ്രയാസങ്ങൾ നീക്കി അവർക്ക് സന്തോഷം നൽകുന്ന, മുഅ്മിനീങ്ങൾക്ക് മുഴുവൻ സന്തോഷം നൽകുന്ന ഒരവസ്ഥയിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ നീക്കി നൽകുമാറാകട്ടെ. اللهم ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم والحمد لله رب العالمين.